ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും പുതിയ എവിക്ഷൻ പ്രൊമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അക്ബറിനെയാണ് ആദ്യം തന്നെ ലാലേട്ടൻ സേവ് ചെയ്യുന്നത്. അക്ബർ യു ആർ സേവ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കാൻ പറയുന്നു. പിന്നീട് അനീഷേട്ടനോട് ചോദിക്കുന്നു, അനീഷേട്ടൻ ഇവിടെ ഇരിക്കണോ പോണോ? എനിക്ക് ഇവിടെ ഇരിക്കണമെന്ന് അനീഷ് പറയുമ്പോൾ എങ്കിൽ അവിടെ ഇരുന്നോളാൻ പറയുന്നു. എന്നിട്ട് ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട്, ഏറ്റവും വലിയ സുഹൃത്തല്ലേ അടുത്ത് നിൽക്കുന്നത്, അയാളെ പിടിച്ചിരുത്താൻ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടെന്ന് അനീഷേട്ടൻ പറയുമ്പോൾ എങ്കിൽ ഇരുത്തിക്കോളാൻ പറയുമ്പോൾ അനീഷ് അവിടെ പിടിച്ചിരുത്തുന്നുണ്ട്. ഷാനവാസിക്ക്, ആദിലെ, നൂറെ എല്ലാവരും കൈയടിക്കുന്നു ഷാനവാസിക്ക് അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട്. ബാക്കിയുള്ളത് 3 പേരാണ്, ആദില, നെവിൻ, സാബുമാൻ. അവരെ 3 പേരെയും കണ്ണ് മൂടിക്കെട്ടി പ്രധാന വാതിലിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. എന്നിട്ട് വാതിലടയ്ക്കുന്നു. എവിക്റ്റായിപ്പോയ വ്യക്തി ഒഴിച്ച് സേവായ വ്യക്തികളായിരിക്കും ഇനി അകത്തേക്ക് കയറി വരുന്നത്. ആദില, നെവിൻ, സാബുമാൻ എന്നിവരിൽ വൈൽഡ് കാർഡിലൂടെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി വന്ന സാബുമാനാണ് എവിക്റ്റായി പോയിരിക്കുന്നത്. സാബുമാൻ എന്തോ ഇന്ന് എവിക്റ്റായി പോകുമെന്നുള്ളൊരു തോന്നൽ മുന്നേ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അയാളുടെ പെരുമാറ്റത്തിൽ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. നെവിനും ആദിലയും തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നുണ്ട്. ആദിലയ്ക്ക് ചെറിയ വിഷമമുള്ളതുപോലെ വരുന്നു. നെവിനാണെങ്കിൽ പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല, അതൊരു ചില്ലായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ. ആദില പറയുന്നു, ഇവനായിരിക്കും ഇന്ന് എവിക്റ്റായി പോയെന്നാണ് ഞാൻ കരുതിയത്, ഞാനോ ഒന്ന് പോയെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു.